യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച ദിവസം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന വിശുദ്ധ ബലി, വിശുദ്ധ കുർബാന, പ്രാർത്ഥന, ആരാധന, വചനപ്രസംഗങ്ങൾ, ഇന്ന് പങ്കെടുക്കുന്ന പ്രാർത്ഥനകളൊക്കെ, കേൾക്കുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്കൊരു നന്മയ്ക്ക്, ഒരനുഗ്രഹത്തിന്, ഒരു സൗഖ്യത്തിന് കാരണമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം നമുക്ക് ചെയ്തു തരുന്ന വ്യക്തമായ അനുഗ്രഹമുള്ള അനുഭവങ്ങളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന വിലപ്പെട്ട അനുഭവങ്ങളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. നമ്മുടെ പ്രാർത്ഥനയ്ക്കത് മറുപടിയായി, ഒരനുഗ്രഹമായി, ഒരു സൗഖ്യമായി അത് മാറും. ഇന്ന് നമ്മളൊരു വചനത്തെ കേൾക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളൊന്ന് വായിക്കുവാണ്. കാനായിലെ വിവാഹ വിരുന്നാണ്, ഒരു കല്യാണ വീടാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. 8-ാമത്തെ വാക്യം, ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. വീഞ്ഞായി മാറിയ വെള്ളം, അപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി.